ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സുപ്രധാന വാർത്തയിലേക്കാണ്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം. 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്ലാമാബാദ് ജില്ലാ കോടതിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും അഭിഭാഷകരും കോടതിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ചാവേറാക്രമണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പിന്നിൽ TTP ആണെന്നും സംശയം ഉയരുന്നുണ്ട്. പാകിസ്ഥാനിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഡൽഹിയിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിൽ പാകിസ്ഥാനിലും ഒരു സ്ഫോടനം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തില്ല. വരും മണിക്കൂറുകളിൽ അതിന്റെ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സംഭവത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. 20ഓളം പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയുമാണ് പുറത്തു വരുന്നത്. ജില്ലാ കോടതിക്ക് സമീപം പാർക്ക് ചെയ്യുന്ന കാറിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. നിരവധി വാഹനങ്ങൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും അഭിഭാഷകരും കോടതിയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ചാവേർ ആക്രമണമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിൽ വ്യക്തത വന്നിട്ടില്ല. വരും മണിക്കൂറിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷമായിരിക്കും ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. പിന്നിൽ TTP ആണെന്ന സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതിലും വ്യക്തത വന്നിട്ടില്ല. ഔദ്യോഗിക വിവരം ഇത് കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷമേ ലഭ്യമാകൂ. നിലവിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 12ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജില്ലാ കോടതിക്ക് സമീപമാണ് കാറിലായിരുന്നു ഇത്തരത്തിലൊരു സ്ഫോടനം. ഡൽഹിയിലുണ്ടായതിന് സമാനമായ മറ്റൊരു ചാവേർ ആക്രമണമാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. വരും മണിക്കൂറിൽ അതിന്റെ കൂടുതൽ വ്യക്തത വരും. അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും വ്യക്തത വരികയുള്ളൂ. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും കോടതിയിൽ ജോലി ചെയ്തിരുന്ന അഭിഭാഷകരും അതുപോലെ ജീവനക്കാരുമാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ചാവേർ ആക്രമണം എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. കൂടാതെ ഇതിന് പിന്നിൽ TTP ആണോ എന്നതിലും സംശയം പോലീസ് ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഡൽഹിക്ക് പിന്നാലെ പാകിസ്ഥാനിലും മറ്റൊരു സ്ഫോടന പരമ്പര തന്നെ നടന്നിരിക്കുന്നു.